വൈകുന്നേരമായപ്പോഴേക്കും എല്ലാവരും തിരിച്ചു വന്നു. എല്ലാവരും ചായ കുടിക്കാൻ ഡൈനിങ് ടേബിൾ വന്നപ്പോഴും ജാൻവി അങ്ങോട്ട് വരാതെ ഒഴിഞ്ഞു നിന്നു. എങ്കിലും അവളുടെ കണ്ണുകൾ ധ്രുവിനെ തേടി അലഞ്ഞിരുന്നു. പല പ്രാവശ്യം അവർ നേരെ കണ്ടെങ്കിലും ധ്രുവ് അവളെ നോക്കിയതുപോലുമില്ല. അത് ജാൻവിയെ ചെറുതായി വേദനിപ്പിച്ചു. ഇയാളിനി അന്യൻ വലുതുമാണോ? രാവിലെ റൊമാൻസ്, ഇപ്പോൾ ആലുവ മണപ്പുറത്ത് കണ്ട പരിചയം പോലും കാണിക്കുന്നില്ല. അങ്ങനെ ഓരോന്നാലോചിച്ച് അവൾ റൂമിലേക്ക് പോയി. തലയിലെ മുറിവുണങ്ങിയപ്പോൾ ശേഖരനാണ് അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും സ്റ്റിച്ച് എടുത്തതുമെല്ലാം. കൂടെ ധ്രുവ് വരുമെന്ന് അവൾ പ്രതീക്ഷിച്ചെങ്കിലും അവൻ വരാതിരുന്നത് അവളെ നന്നായി വിഷമിപ്പിച്ചു. മനസ്സൊരു പട്ടം പോലെ ധ്രുവിൻ്റെ ചുറ്റും പാറിപ്പറക്കുന്നത് അവൾ അറിഞ്ഞു. എങ്കിലും അവൻ്റെ മൗനവും ദേഷ്യവും ഭാവവും അവളെ വേദനിപ്പിച്ചു. പല പ്രാവശ്യം അവനോടൊന്ന് സംസാരിക്കണമെന്ന് വിചാരിച്ചെങ്കിലും അവൾക്ക് പേടിയായിരുന്നു അവൻ്റെ മുൻപിൽ പോകാൻ. ദിവസങ്ങൾ ആരെയും കാത്തു നിൽക്കാതെ കടന്നുപോയി. കാർത്തിക അവിടെ ഉണ്ടായിരുന്നെങ്കിലും അധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ ചെന്നില്ല. അങ്ങനെ ജാൻവി അവരുടെ കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ പോവുകയാണ്. ഇന്നാണ് ജോയിൻ ചെയ്യുന്നത്. രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ അവൾക്ക് ഭയങ്കര വെപ്രാളമാണ്. സർട്ടിഫിക്കറ്റ്സ് എല്ലാം എടുത്തൊരു ഫയലിലാക്കി വെച്ചു. വൈഷ്ണു കൊണ്ടുവന്ന ഡ്രസ്സിൻ്റെ കൂടെയുള്ള ഒരു നേവി ബ്ലൂ ആൻഡ് ഗോൾഡൻ ബോർഡറുള്ള ഒരു ചുരിദാർ ഇട്ടു. മുടിയിൽ ചെറിയൊരു ക്രബ് ഇട്ടു. കണ്ണെഴുതി ഒരു ചെറിയ പൊട്ട് തൊട്ടു. വൺ സൈഡിലായിട്ടുള്ള ഷാൾ ആയതുകൊണ്ട് അങ്ങനെയാണ് ഇട്ടത്. ടോപ്പ് ബോഡി ഫിറ്റാണ്. നെക്ക് ഡീപ്പ് കട്ട് ചെയ്യുന്നേക്കുന്നതുമായതുകൊണ്ട് ചെറിയൊരു ഡിസ്കംഫർട്ടബിൾ ജാൻവിക്ക് ഉണ്ടായിരുന്നെങ്കിലും രണ്ട് സൈഡിലുള്ള ലെങ്ത് ഷോളിനില്ലാത്തത് കൊണ്ട് വൺ സൈഡ് തന്നെ ഇട്ട് പുറത്തേക്ക് പോയി. ജാൻവി ഇറങ്ങിയതും ധ്രുവ് സ്റ്റെപ്പ് ഇറങ്ങി വന്നത് ഒന്നിച്ചാണ്. അവളെ കണ്ട് അവനൊന്ന് സ്റ്റെക്കായി നിന്നു. എങ്കിലും സമനില വീണ്ടെടുത്തും അവളെ മൈൻഡ് ചെയ്യാതെ പുറത്തേക്ക് ഇറങ്ങി. പോയുടനെ തിരിച്ചു വന്നു. ഡേ, മര്യാദയ്ക്ക് ഷായിടാൻ പറ്റുമെങ്കിൽ ഈ സാധനം ഇട്ടോടെ ഓഫീസിലേക്ക് വന്നാൽ മതി, ഇല്ലെങ്കിൽ അങ്ങോട്ട് വരണ്ട, ഇവിടെ തന്നെ ഇരുന്നു. അതും പറഞ്ഞ് വന്ന അതേ സ്പീഡിൽ അവൻ തിരിച്ചു പോയി. ജാൻവിക്ക് ആദ്യം അവൻ പറഞ്ഞ് മനസ്സിലായില്ലെങ്കിലും പിന്നെ വേഗം ഷോൾ എടുത്ത് നേരെ ഇട്ടു. വെറുതെ എന്തിനെ കിട്ടിയ ജോലി കളയുന്നത്? സാധാരണ ധ്രുവും ശേഖരനും ഒന്നിച്ചൊരു കാറിലായിരുന്നു പോയിരുന്നത്. ആ കൂട്ടത്തിൽ പോകാനോർത്ത് ഓടിയിറങ്ങി വന്ന ജാൻവിക്ക് മുമ്പിൽ ശേഖരൻ മാത്രം നിൽക്കുന്നത് കണ്ട് ചുറ്റുമൊന്ന് നോക്കി. അവൾ നോക്കുന്നത് കണ്ട് ശേഖരൻ നോക്കി. എന്നാ നീ നോക്കുന്നേ? പെട്ടെന്ന് ശേഖരൻ അത് ചോദിച്ചപ്പോൾ അവളൊന്ന് ഞെട്ടി. അത് പിന്നെ ശേഖരിച്ച ഞാൻ വെറുതെ നോക്കിയതാ. എന്താ വാ കയറ്, ഓഫീസിൻ്റെ ബോസ് പുലിയാണ്, താമസിക്കുന്നത് വെച്ചേക്കൂല. ചുമ്മാ പേടിപ്പിക്കാതെ ശേഖരിച്ച. പേടിപ്പിച്ചതല്ല, സത്യം പറഞ്ഞതാ. ജാൻവി വേഗം കാറിൽ കയറി. ശേഖരൻ വണ്ടി എടുത്തു. വീട്ടിൽ നിന്ന് അരമണിക്കൂർ ദൂരമുണ്ട് ഓഫീസിലേക്ക്. അരമണിക്കൂർ യാത്രയ്ക്ക് ശേഷം കാർ ഒരു പടുകൂറ്റൻ ബിൽഡിങ്ങിൻ്റെ മുമ്പിൽ നിർത്തി. പുറത്തിറങ്ങിയ ജാൻവി ആ ബിൽഡിംഗ് കണ്ട് കണ്ണ് മിഴിച്ചു. 6 നിലയുള്ള ഒരു ബിസിനസ് കോംപ്ലക്സ് ഫുൾ ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയതാണ്. ഗേറ്റ് മുതൽ എൻട്രൻസ് വരെ രണ്ട് സൈഡിലും ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു കോർണറിൽ ഒരു ചെറിയ പാർക്കിംഗ് ഏരിയ ആൻഡ് ക്യാൻറ്റീൻ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം കണ്ട് കണ്ണ് തള്ളിയിരിക്കുന്ന ജാൻവിയെ ശേഖരൻ വിളിച്ചു. അകത്തേക്ക് കയറി വരാൻ പറഞ്ഞു. അയാൾ മുൻപോട്ട് നടന്നു. ശേഖരൻ പുറകെ ജാൻവി അകത്തേക്ക് കയറി. റിസപ്ഷനിൽ ശേഖരനെ വിഷ് ചെയ്തു. അവളെ കണ്ട് ആരാണെന്നുള്ള രീതിയിൽ നോക്കുന്നുണ്ട്. ആ മിയ, ഇത് ജാൻവി മോള്, എൻ്റെ മോള് തന്നെയാണ്. ഇന്നു മുതൽ ഇവിടെ ജോയിൻ ചെയ്യുവാണ്. ജാൻവി മിയയെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. മിയയും പുഞ്ചിരിച്ചു. ഷേക്ക് ഹാൻഡ് കൊടുത്തുകൊണ്ട് ജാൻവിയെ മിയ വെൽക്കം ചെയ്തു. ഹാർട്ട്ലി വെൽക്കം മിസ് ജാൻവി മേനൻ ടു PP കൺസ്ട്രക്ഷൻ ആൻഡ് ടെക് വേൾഡ്. താങ്ക് യു മിയ. ഓക്കെ മോളെ, ഞാൻ കൺസ്ട്രക്ഷൻ ബ്ലോക്കിലേക്ക് പോവാം. ഐ ഹാവ് എനി എമർജൻസി മീറ്റിംഗ് വിത്ത് എ ക്ലയൻറ്റ് ആൻഡ് മിയ പ്ലീസ് ടേക്ക് കെയർ ധ്രുവിൻ ക്യാബിൻ ആൻഡ് ഇൻഫോം ഹി ടു കംപ്ലീറ്റ് ജോയിൻ ഫോർമാലിറ്റീസ്. ഓക്കെ സർ, ഐ വിൽ ഡു. ജാൻവിയെ നോക്കി പറഞ്ഞുകൊണ്ട് ശേഖരൻ കൺസ്ട്രക്ഷൻ ബ്ലോക്കിലേക്ക് നടന്നു. റിസപ്ഷനിൽ തന്നെയുള്ള ആളോട് പറഞ്ഞിട്ട് മിയ ജാൻവിയെയും കൂട്ടി ധ്രുവിൻ്റെ ക്യാബിനിലേക്ക് പോയി. അവർ നേരെ പോയതും 3rd ഫ്ലോറിലേക്കാണ്. അവിടെയാണ് അവൻ്റെ ക്യാബിൻ. ധ്രുവിൻ്റെ മാത്രമല്ല സിദ്ധാർത്ഥിൻ്റെയും ക്യാബിൻ അവിടെയാണ്. പിന്നെ മീറ്റിംഗ് ഹാൾ, ലോക്കർ റൂം, ഫയൽ റൂം, ഇത്രയുമാണ് ആ ഫ്ലോറിലുള്ളത്. മിയ പറഞ്ഞു കൊടുത്തതനുസരിച്ച് ജാൻവി എല്ലാം തലകുലുക്കി കേൾക്കുന്നുണ്ട്. ഇതാണ് സാറിൻ്റെ ക്യാബിൻ, അപ്പോൾ ഞാൻ പൊക്കോട്ടെ? താങ്ക് യു മിയ, ഓൾ ദ വെരി ബെസ്റ്റ്. മിയ പോയതും ജാൻവി എന്ന ശ്വാസം വലിച്ചെടുത്തു. എൻ്റെ ദേവി കാത്തോണെ. അവൾ പതിയെ ധ്രുവിൻ്റെ ഡോർ നോക്ക് ചെയ്തു. യെസ് ഗെറ്റ് ഇൻ. അവൾ പതിയെ ഡോർ തുറന്നകത്തേക്ക് കയറി. ഫയൽ ചെക്ക് ചെയ്തുകൊണ്ടിരുന്ന അവൻ്റെ മുഖം ഉയർത്തി നോക്കി. ആ ജാൻവി, ടേക്ക് യുവർ സീറ്റ്. താങ്ക് യു സർ. ഓക്കെ മിസ്റ്റർ ജാൻവി, ഷോ മീ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്.
അവൾ വേഗം എല്ലാം അടങ്ങിയ ഫയൽ അവന് കൊടുത്തു. എല്ലാം വെരിഫൈ ചെയ്തതിന് ശേഷം അവൻ ഫോണെടുത്ത് ആരോട് വരാൻ പറഞ്ഞു. ജാൻവി, ജോലിക്കേറിയ ബാക്കി പേഴ്സണൽ കാര്യങ്ങളൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാടില്ല. എനിക്കത് ഇഷ്ടമല്ല. പിന്നെ തരുന്ന ജോലി പറയുന്ന സമയത്ത് ചെയ്തു തന്നിരിക്കണം. അത് എന്തെങ്കിലും വിട്ടുവീഴ്ച പിന്നെ വേറെ ജോലി നോക്കിക്കോണം. പറയുന്ന വല്ലതും മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട് സർ. ഓക്കെ, ഗുഡ്. അപ്പോഴേക്കും ഒരു മോഡേൺ വേഷധാരിയായ ഒരു പെൺകുട്ടി ഡോർ തുറന്നകത്ത് കയറി. സാർ, സ്വാതി, ഞാൻ വിളിച്ചത് ഇത് ന്യൂ അപ്പോയിൻമെൻ്റ് ആണ്. മിസ് ജാൻവി മേനോൻ. ഇവൾക്ക് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുക. പിന്നെ 2 വീക്ക് ട്രെയിനിങ് സെക്ഷൻ കൊടുക്കണം. 2 ഡേയ്സ് വെച്ച് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും എവിടെയാണ് ഇൻട്രസ്റ്റ് എന്ന് നോക്കിയിട്ട് അങ്ങോട്ട് ഫിക്സ് ചെയ്താൽ മതി. ഓക്കെ സാർ. പിന്നെ ജാൻവി, ഇതെൻ്റെ PA ആണ്. തനിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ആദ്യം ഇവളെ അറിയിക്കാം. അവളുമായി കാര്യങ്ങൾ ഞാൻ അറിഞ്ഞോളും. പിന്നെ എന്നെ കാണേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഈ ക്യാമ്പിലേക്ക് വരാം. ഓക്കെ സാർ. അവൻ ലാസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ അവൾക്ക് എന്തോ സങ്കടം വന്നു. അവൾ അവനെ ഒന്ന് നോക്കി. എവിടെ ഒന്ന് നോക്കുന്നു പോലുമില്ല. ഷോ, അന്ന് ഞാൻ പറഞ്ഞു കൂടിപ്പോന്നറിയാം. എങ്ങനൊരു സോറി പറയും? നോക്കാം, എന്തേലും വഴിയുണ്ടാകും. ഓരോന്ന് ആലോചിച്ചുകൊണ്ട് അവൾ പതിയെ സ്വാതിൻ്റെ കൂടെ പുറത്തേക്ക് നടന്നു. വാതിലെത്തിയപ്പോൾ വീണ്ടും തിരിഞ്ഞു നോക്കി. മുൻപിലുള്ള ഫയലിൽ തന്നെയാണ് കണ്ണ്. പിന്നെ അവൾ നോക്കിയില്ല. വാതിൽ തുറന്നിറങ്ങിപ്പോയി. അവൾ സ്വാതിയുടെ കൂടെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് സിദ്ധാർത്ഥിൻ്റെ റൂമിൽ നിന്ന് അവൻ പുറത്തേക്ക് ഇറങ്ങുന്നത്. അവളെ കണ്ട ഒരു നിമിഷം ശ്വാസമെടുക്കാൻ മറന്നവൻ അങ്ങനെ നിന്നു. അവളെ സിദ്ധാർത്ഥിനെ പരിചയപ്പെടുത്തി സ്വാതി. ഹായ് സിദ്ധാർത്ഥ് സർ, മീറ്റ് യുവർ ന്യൂ അപ്പോയിൻമെൻറ്റ് മിസ് ജാൻവി മേനൻ. ഹായ് ജാൻവി. അവൻ ഷേക്ക് ഹാൻഡ് കൊടുത്തുകൊണ്ട് പറഞ്ഞു. ഏതാ ഡിപ്പാർട്ട്മെൻറ്റ്? അത് തീരുമാനമില്ല സർ. ആദ്യം ട്രെയിനിങ് കൊടുക്കാനാ ധ്രുവ് സാർ പറഞ്ഞ്. ഓക്കെ, അപ്പോൾ നടക്കട്ടെ, കാണാം. സിദ്ധാർത്ഥ് ജാൻവിയെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു. അവളും തിരിച്ചൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് സ്വാതിയുടെ കൂടെ മുൻപോട്ട് നടന്നു. പോകുന്ന വഴിയെല്ലാം സ്വാതി എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ജാൻവി എല്ലാം ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ട്. സ്വാതി ജാൻവിയെ കൊണ്ട് 6th ഫ്ലോറിലേക്കാണ് പോയത്. അവിടെയാണ് ട്രെയിനിങ് സെക്ഷൻ. അപർണ, ഹായ് സ്വാതി, ഇത് ന്യൂ അപ്പോയിൻമെൻ്റ് ആണ്. ഇത് മുതൽ 2 വീക്സ് നിൻ്റെ കൂടെയാണ്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനെയും കുറിച്ച് പറഞ്ഞു കൊടുക്കണം. അതെന്താ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്? സാധാരണ ഏതൊരു ഡിപ്പാർട്ട്മെൻറ്റിലേ പഠിപ്പിക്കുള്ളൂ. ഇസ് എൻ ഓർഡർ ഫ്രം അവർ MD. ഓക്കെ, ഐ വിൽ സീ. ഓക്കെ ജാൻവി, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ എന്നോട് പറയാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, ദെൻ ക്യാരി ഓൺ. ധ്രുവ് ഓഫീസിൽ CCTVയിലൂടെ ജാൻവിയെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അവളുടെ ഓരോ ഭാവങ്ങൾ അവൻ ആസ്വദിക്കുകയായിരുന്നു. അപ്പോഴാണ് സിദ്ധാർത്ഥ് വാതിൽ തുറന്ന് അകത്തേക്ക് വന്നത്. സിദ്ധുവിനെ കണ്ട ധ്രുവ് പെട്ടെന്ന് CCTVയിൽ നിന്ന് നോട്ടം മാറ്റി മുൻപിലിരുന്ന ഫയലിലേക്ക് നോക്കി. ധ്രുവ്, എന്നാടാ? അവളെ നീയാണ് ഇവിടെ അപ്പോയിൻമെൻറ്റ് ചെയ്ത്? ആര്? ചുമ്മാ കളിക്കല്ലേ. നീ കാര്യം പറ സിദ്ധു. അവള് ജാൻവി. അവള്? അതെ, ഞാനാ. അതിനെന്താ? അതിനൊന്നുമില്ല. പറയാതിരിക്കാൻ വയ്യട്ടോ. കിട്ടില്ല ഫിഗറാണ് മോനെ. ഇനി ഇവിടെയുള്ള ഒറ്റയെണ്ണം പണിയെടുക്കുന്ന എനിക്ക് തോന്നുന്നില്ല. സിദ്ധു പറഞ്ഞു തീർന്നതും ഒരു അലർച്ചയായിരുന്നു. സിദ്ധു ഒന്ന് ഞെട്ടി അവനെ നോക്കി. എന്നാടാ, എന്തു പറ്റി? ഇനി മേല എൻ്റെ പെണ്ണിനെ കുറിച്ച് ഇതുപോലെ എന്തെങ്കിലും നീ പറഞ്ഞു കേട്ടാ ഞാൻ പ്രതികരിക്കുന്ന ഇങ്ങനെ ആയിരിക്കില്ല. നിന്റെ പെണ്ണോ? അതൊക്കെ എപ്പോ? അതൊക്കെയായി. അവളെ എൻ്റെ പെണ്ണാ, എൻ്റെ മാത്രം. വേറെ അവളെ നോക്കുന്ന പോലും എനിക്കിഷ്ടമല്ല. കൊള്ളാണോ നീ? ഇത്രയൊക്കെ ആയിട്ട് നീ എന്നോടൊരു വാക്ക് പറഞ്ഞതല്ലോ. സോറി സിദ്ധു. അപ്പോൾ പറയാൻ തോന്നിയില്ല. കാരണം എൻ്റെ ഇഷ്ടം എത്രത്തോളം ഉണ്ടായിരുന്നെന്ന് എനിക്കറിയില്ലായിരുന്നു. ധ്രുവ് സിദ്ധു പോയതിനു ശേഷം നടന്നെല്ലാം അവനോട് പറഞ്ഞു. ധ്രുവ്, നിന്റെ പപ്പയും മമ്മയും സമ്മതിക്കുക ബന്ധം. ആരും സമ്മതിച്ചില്ലേലും ഈ ധ്രുവിൻ്റെ താലിക്കൊരു അവകാശമേ ഉണ്ടാകുള്ളൂ. അതവളാണ്. നീ ഇത്രയും സീരിയസ് ആയ സ്ഥിതിക്ക് എൻ്റെ പെങ്ങളെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഏത് പെങ്ങള്? ജാൻവി. നിന്റെ പെണ്ണ് എൻ്റെ പെങ്ങളല്ലടാ. അപ്പം ഞാൻ അവളുടെ ചേട്ടനല്ലേ? നീ എൻ്റെ അളിയനും. തൽക്കാലം അളിയൻ പോയി പണിയെടുക്ക്. ഈവനിങ് 3 മണിക്കാണ് ക്ലയൻറ്റ് മീറ്റിംഗ്. ഞാൻ പോകുക. സിദ്ധ ചവിട്ടി തുള്ളിപ്പോകുന്നത് ഒരു ചിരിയോടെ ധ്രുവ് നോക്കിയിരുന്നു. ഇതേ സമയം അപർണ ജാൻവിയെ അടിമുടി സൂക്ഷിച്ച് നോക്കുവാണ്. നിന്റെ പേരെന്താ? ജാൻവി. നീ ധ്രുവ് സാറിൻ്റെ ആരെങ്കിലും ആണോ? അല്ല, പിന്നെ നിനക്ക് മാത്രം എന്താ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും ട്രെയിനിങ്? എനിക്കറിയില്ല ചേച്ചി. ചേച്ചിയോ? ആടെ ചേച്ചി. നിന്റെ വിളി കേട്ട് തോന്നുന്നു ഞാനൊരു വയസ്സിയാണെന്ന്. അയ്യോ, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ല. കോൾ മീ മാഡം. ഓക്കെ. പിന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും പഠിപ്പിച്ചു തരാമെന്ന് എനിക്ക് പറ്റില്ല. ഞാൻ തരുന്ന നീ അങ്ങ് പഠിച്ചാൽ മതി. പിന്നെ ഈ കാര്യം നീ ആരോടെയും പറഞ്ഞാ പിന്നെ ഇവിടെയുള്ള ജോബ് നീ സ്വപ്നം കണ്ട. മനസ്സിലായോ? ജാൻവി അവൾ പറഞ്ഞ് കേട്ടുകൊണ്ട് തലയാട്ടി. അവർ എന്തൊക്കെയോ മെറ്റീരിയൽസ് അവളുടെ മുമ്പിലേക്ക് ഇട്ട് കൊടുത്തു. ഇതൊക്കെ നോക്ക്. പിന്നെ നിന്നേക്കാൾ മുമ്പ് വന്ന 2 പേരുണ്ട്. അവർ ടീ ബ്രേക്കിന് പോയതാ. കുറച്ച് കഴിയുമ്പോൾ വരും. അവർ കൂടി വന്നിട്ട് ഞാൻ പ്രൊജക്ടർ കണക്ട് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ മാഡം.
അപർണ അത് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ജാൻവി ഇറങ്ങിപ്പോയി ആളെ ഒന്ന് നോക്കി, ഒന്ന് ശ്വാസം വലിച്ചെടുത്തിട്ട് അവർ കൊടുത്ത മെറ്റീരിയൽസ് നോക്കിക്കൊണ്ടിരുന്നു. അപർണ അവിടെ നിന്ന് നേരെ പോയത് ധ്രുവിൻ്റെ ക്യാബിലേക്കാണ്. അവിടെ ചെന്ന് തുറന്നപ്പോൾ പക്ഷേ അവൻ അവിടെ ഉണ്ടായിരുന്നില്ല. അവൻ എവിടെ പോയെന്ന് ചോദിക്കാൻ സ്വാതിയുടെ അടുത്തേക്ക് അവൾ ചെന്നു. സ്വാതി, ഇതെന്നാ പറഞ്ഞ ഈ സമയം നീ ഇവിടെ? ധ്രുവ് സാർ അറിയണ്ടോ? സാറിന് ഇഷ്ടമില്ല നിനക്കറിയില്ലേ, ഡ്യൂട്ടി ടൈമിൽ കറങ്ങി നടക്കുന്നേ. കണ്ണേട്ട് എന്നെ ഒന്നും പറയില്ല സ്വാതി. ഉവ്വ, അത് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടല്ലേ. പൂടി, നിന്നെപ്പോലെ തന്നെയല്ലേ ഞാനും. എന്നിട്ടെന്താ എന്നോട് ദേഷ്യം നിനക്ക് മനസ്സിലാവാത്തത്? ഓ, അത് സിമ്പിളല്ലേ. നീ സാറിൻ്റെ പുറകെ നടക്കുമല്ലേ, നിന്നെ കെട്ടണമെന്ന് പറഞ്ഞേ. സാർ നമ്മൾ ആരെയും അങ്ങനെ ഒരിക്കലും കാണില്ല മോളെ. നമ്മളെല്ലാം ഒന്നിച്ച് കളിച്ച് വളർന്നവരാണ്. ഓ, ഒന്ന് നിർത്തടി. അങ്ങനെ കാണാതിരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അങ്ങനെ കാനഡയിൽ നിന്ന് പോകുന്നതിന് പുറകെ ഡാഡിയുടെയും മമ്മിയുടെയും കാല് പിടിച്ച് ഇങ്ങോട്ട് പോകുന്നത്. ഓ, അതെനിക്കറിയാലോ. പ്രിയാൻ്റിയുടെയും കൂട്ടുകാരുടെയും മകളെന്ന ലേബിൽ നിന്ന് ഇവിടെ കാണരുതെന്നല്ലേ സാറ് പറഞ്ഞേ. അപ്പോൾ മോള് ചെല്ല്, എനിക്ക് പണിയുണ്ട്. നമ്മളിവിടെ സംസാരിച്ചിരിക്കുന്നത് കണ്ടുകൊണ്ടാണ് സാറ് വരുന്നതെങ്കിൽ എന്നെയും തിരിച്ച് കാനഡയിലെ ഓഫീസിലേക്ക് തന്നെ മാറ്റും മോളെ. എൻ്റെ വീട്ടുകാരുടെ കൂടെ നിൽക്കാൻ പറ്റുന്ന ഈ ഗോൾഡൻ ചാൻസ് നീയായിട്ട് കളയല്ലേ. അപർണ പിന്നെ അവിടെ നിന്നില്ല. സ്വാതി പറഞ്ഞ പോലെ ധ്രുവ് വന്ന് അവളെ വെച്ചേക്കില്ലെന്നോ അവൾക്കറിയാമായിരുന്നു. അവൾ നേരെ ട്രെയിനിങ് സെക്ഷനിലേക്ക് ചെന്നു. അവിടെ ചെല്ലുമ്പോഴും ജാൻവി അവൾ കൊടുത്ത മെറ്റീരിയൽസ് നോക്കിക്കൊണ്ടിരിപ്പുണ്ട്. ഡി, അവർ വന്നില്ല ഇതുവരെ? ഇല്ല മാഡം. അപർണ അവരുടെ നമ്പർ എടുത്ത് വിളിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ജാൻവിയുടെ അത്രയും പ്രായം തോന്നിക്കുന്ന 2 പേർ കയറി വന്നു. അലൻ, എൻ്റെ ഹൃദയ, എന്താണ് വരെ ഇത്രയും താമസം? ഐ വിൽ റിപ്പോർട്ട് ദിസ് ടു MD. സോറി മാഡം, ഇനി ആവർത്തിക്കില്ല. കയറിയിരിക്കും. പിന്നെ അവരെല്ലാവരും പരസ്പരം നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. അപർണ പ്രൊജക്ടർ ഓൺ ചെയ്തു, ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തു. ലഞ്ച് ബ്രേക്ക് ആയപ്പോൾ കഴിക്കാൻ വേണ്ടി അവർ 2 പേരും എഴുന്നേറ്റു. എങ്ങോട്ട് പോകണമെന്നറിയാതെ ജാൻവി ഒരു നിമിഷം അങ്ങനെ നിന്നു. അപ്പോഴേക്കും ഹൃദയ വന്ന് ജാൻവിയുടെ കൈകൾ പിടിച്ചു. എടോ, ഞാൻ ഹൃദയ, ഇത് അലൻ. തൻ്റെ പേരും? ജാൻവി. എന്താ വാ, കഴിക്കാൻ പോകാം. ബാക്കി അവിടെ വെച്ച് പരിചയപ്പെടാം. അവർ ജാൻവിയും കൂട്ടി ക്യാൻറ്റീനിലേക്ക് പോയി. ഔട്ട്സൈഡുള്ള ക്യാൻറ്റീൻ അല്ലാതെ മറ്റൊരു ക്യാൻറ്റീൻ കൂടെയുണ്ട് അവർക്ക് ബേസ്മെൻറ്റിൽ. അവിടെ മാത്രമേ ഹെവി ഫുഡ് ഐറ്റംസ് കിട്ടുകയുള്ളൂ. അവർ ചെന്നൊരു കോർണറിലുള്ള ടേബിളിന്റെ ചുറ്റും ഇരുന്നു. എല്ലാവരും മീൽസാണ് ഓർഡർ ചെയ്തു. പിന്നീട് പരസ്പരം അവർ പരിചയപ്പെട്ടു. ചുരുങ്ങിയ സമയം കൊണ്ട് അവർ നല്ല കമ്പനിയായി. അവർ ജാൻവിയെ പോലെയല്ല, 1 year എക്സ്പീരിയൻസ് ഉണ്ട്. ഇടയ്ക്കിടയ്ക്കുള്ള അലൻ്റെ നോട്ടം ജാൻവിയിൽ മാത്രം ചുരുങ്ങുന്നത് കുറച്ചപ്പുറത്തെ ടേബിളിലിരിക്കുന്ന ധ്രുവ് ദേഷ്യത്തോട് നോക്കിയിരിക്കുവാണ്. ഇതൊക്കെ കണ്ട് ചിരി കടിച്ച് പിടിച്ചിരിക്കുവാണ് സിദ്ധു. അവനാരടാ? അവനും പുതിയ അപ്പോയിൻമെൻ്റ് ആണ്, വന്നിട്ട് 1 week ആയിട്ടുള്ളൂ. അവൻ്റെ നോട്ട് മുഴുവൻ എൻ്റെ പെണ്ണിൻ്റെ മുഖത്താണല്ലോ. അതിന് അവനറിയോ അത് നിൻ്റെ പെണ്ണാണെന്ന്? സിദ്ധു, നീ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നേ? ഞാൻ സത്യമല്ല പറഞ്ഞത്. ഇവിടെ ആകെ അറിയാവുന്ന നിനക്ക് എനിക്കും പിന്നെ നിൻ്റെ അച്ചാച്ചിക്കാണ്. അവൻ എനിക്കൊന്ന് കാണണം. ഈ ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞും എൻ്റെ ക്യാബിൽ വരാൻ പറയണം അവനോട്. തല്ലാനായിരിക്കല്ലേ? ആണെങ്കിൽ നിനക്കെന്നാടാ? തല്ലാനാണെങ്കിലേ അവനെ മാത്രം പോരല്ലോ, നീ ക്യാൻറ്റീനകത്തുള്ള എല്ലാവരെയും നോക്കിക്കേ. എന്തിന്? ഡാ കോപ്പേ, ഇതിനകത്തിരിക്കുന്ന എല്ലാ പൂവാലും മുഴുവൻ നോട്ട് അവളിലേക്ക് തന്നെയാ. ഇനി തല്ലാനാണെങ്കിൽ ഞാൻ ഒരു സൈഡ് തൊട്ട് വിളിച്ച് നിന്റെ ക്യാബിനിലേക്ക് വിട്ടേക്കാം, മതിയോ? ഇത് സിദ്ധു, കളിക്കല്ലേ. മനുഷ്യരോട് ഭ്രാന്ത് പിടിച്ച് നിൽക്കുക, അപ്പോഴവൻ്റെ ഒരു തമാശ. ധ്രുവേ, ആദ്യം നീ അവളുടെ ഇഷ്ടം നേടിയെടുക്കാൻ നോക്ക്, എന്നിട്ട് എല്ലാവരെയും നമുക്ക് അടിക്കാം. എന്താ അതുപോലെ? ധ്രുവ് പിന്നെയൊന്നും മിണ്ടിയില്ല. സിദ്ധുവിനൊന്ന് നോക്കി പേടിപ്പിച്ചു. പിന്നെയും അവളെയും അവൾ നോക്കുന്നവരെ നോക്കിക്കൊണ്ടിരുന്നു. ഇന്ന് ധ്രുവിനെ മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്ന അപർണ അവൻ്റെ നോട്ടത്തെ പിന്തുടർന്നെത്തിയത് ജാൻവിയിലാണ്. അതുകൂടി കണ്ടതും അവളിൽ പകയാളി. ധ്രുവേട്ടനും ഇവളെ നോക്കാൻ തുടങ്ങി. വേണ്ട ധ്രുവേട്ട, എന്നെ മാത്രം നോക്കിയാൽ മതി. ഇല്ല, ഞാൻ വെച്ചേക്കില്ല അവളെ. നിങ്ങൾ അവളെ നോക്കുന്ന കണ്ട അവൾ അനുഭവിക്കും, അല്ല അനുഭവിപ്പിക്കും ഞാൻ. നിങ്ങൾ എനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്, എൻ്റെ മാത്രം കണ്ണേട്ടൻ. ധ്രുവ് പെട്ടെന്ന് കഴിച്ചെണീറ്റ് അവൻ്റെ റൂമിലേക്ക് പോയി. ക്യാൻറ്റീനിലിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന സ്വാതി അപർണയുടെ വലിഞ്ഞ മുഖഭാവം കണ്ട് അവൾ എങ്ങോട്ടാണ് നോക്കുന്നതെന്ന് നോക്കി. ജാൻവിയാണെന്ന് കണ്ടതും സ്വാതി അവളെ തട്ടി വിളിച്ചു. എന്താടി, നീ എന്തിനാ ജാൻവിയെ നോക്കി പേടിപ്പിക്കുന്നേ? അവളുടെ കൊഞ്ചിക്ക് വഴി നോക്കിയിരുന്നതാ. കണ്ട ആണുങ്ങളെയെല്ലാം കയ്യിലെടുക്കാൻ അറിയാം അവൾക്ക്, കണ്ടില്ലേ? എന്താടി ഒരു കുശുമ്പ്, അതിനേക്കാണ് എന്ത് രസാ. ഞാൻ തന്നെ കുറേ നേരം നോക്കിയിരിക്കുന്നു. അപ്പോൾ ഇവിടെയുള്ള ചെക്കന്മാരുടെ അവസ്ഥ പറയണോ? കണ്ടാലും മതി, എനിക്കിഷ്ടമായില്ല അതിനെ. അവളൊക്കെ ശരിക്കും വല്ലത് പഠിച്ചിട്ടാണ് ഇങ്ങോട്ട് കെട്ടിയെടുത്ത്. ഒന്നും അറിയില്ല, പറഞ്ഞു കൊടുക്കുന്ന മനസ്സിലാകുന്ന പോലും ഇല്ല. അത് മാത്രമില്ലടി, അവളുടെ സ്വഭാവം നല്ലതല്ല. ഏത് സമയം പുതുതായിട്ട് കയറിയ ചെറുക്കനെ വായി നോക്കില്ല പണി. നീ നോക്കിക്കോ, ആ ചെറുക്കനെ അവളെ നോക്കിയിരിക്കുന്ന കണ്ടില്ലേ? സോദി അവനെ പിന്നെ ക്യാൻറ്റീനിലുള്ളവരെ നോക്കി, എന്നിട്ട് പൊട്ടിച്ചിരിച്ചു. എൻ്റെ അപർണ, നീന്ന് ചുറ്റും നോക്കിക്ക്. ഇവിടെ ഇരിക്കുന്ന എല്ലാത്തിൻ്റെയും കണ്ണ് അവളുടെ മുഖത്ത് തന്നെയാണ്. അപ്പോൾ ആ ചെറുക്കനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ആരായാലും നോക്കിപ്പോവും. സോദി അതും പറഞ്ഞ് കഴിച്ച് എഴുന്നേറ്റു.
ഡീ ഞാൻ പോകുക, 3 o'clock മീറ്റിംഗ് ഉണ്ട്. അപർണയെ നോക്കി നിൽക്കാതെ സ്വാതി പോയി. അപർണ പിന്നെയും കുറച്ചു നേരം കൂടിയിരുന്നു. ധ്രുവ് അവളെ നോക്കുന്നത് കണ്ട് ആകെ ഭ്രാന്ത് പിടിച്ചു നിൽക്കുമായിരുന്നവൾ. ആദ്യമായാണ് ധ്രുവ് ഒരു പെണ്ണിനെ നോക്കി നിൽക്കുന്നത് കാണുന്നത്. എങ്ങനെയും ഇവിടെ നിന്ന് ഇവളെ ഇറക്കണം, ഇല്ല എനിക്ക് പണിയാകും.